ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിൽ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും സ്നേഹവന്ദനം. തകർക്കാനാവാത്ത ഭവനം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 7-ാം തിരുവെഴുത്ത്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഈ കരുണ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആരോടാണ് കരുണ കാണിക്കേണ്ടത്? മാതാപിതാക്കളോടാണോ? സഹോദരങ്ങളോടാണോ? അതുപോലെ തന്നെ കൂട്ടുതുണകൾ പരസ്പരമാണോ കരുണ കാണിക്കേണ്ടത്? അവരോടൊക്കെയും ചെയ്യേണ്ടത് അവനവൻ്റെ കടമകളാണ്. എന്നാൽ കരുണ കാണിക്കേണ്ടത് ആരോടാണ് എന്നുള്ളത് ദയ, മനസ്സലിവ്, ഇതൊക്കെയാണല്ലോ കരുണയിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ കരുണ കാണിക്കേണ്ടത് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉപമയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൽ പറയുകയാണ്, ഒരു മനുഷ്യൻ രാജാവിനോട് 10,000 താലന്ത് കടപ്പെട്ടു. കണക്ക് തീർക്കുന്ന നാൾ വന്നപ്പോൾ അവനോട് അവൻ്റെ ഭാര്യയെ, അവനുള്ള സകലത്തെയും അവനെയും വിറ്റ് കടം തീർക്കാൻ പറഞ്ഞു. ഒരിക്കലും കടം തീർക്കാൻ കഴിയാത്ത അവസ്ഥയാണ് മനുഷ്യൻ്റെ അവസ്ഥ. എന്ന് പറഞ്ഞാൽ പാപം നിമിത്തം അവൻ അത്രമാത്രം കടപ്പെട്ടു പോയി. ഒരിക്കലും അവന് സ്വയം ആ കടത്തിൽ നിന്ന്, കടക്കെണിയിൽ നിന്ന് പുറത്തു വരാൻ കഴിയത്തില്ല. അതാണ് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ മനുഷ്യന് സംഭവിച്ചു പോയ കടബാധ്യത. അപ്പോൾ ഇവൻ യജമാനൻ്റെ മുമ്പിൽ നിലവിളിക്കുകയാണ്, ദയവ് ചെയ്ത് എനിക്ക് ഇളച്ചു തരണം. യജമാനൻ മനസ്സലിഞ്ഞ്, യജമാനന് കരുണ തോന്നി, അവൻ ഇളച്ചു കൊടുത്തു. അവിടെ നിന്ന് ഇളച്ചു കൊടുത്തു. എന്നാൽ ഈ ഇളച്ചു കിട്ടിയ മനുഷ്യൻ തൻ്റെ ജീവിതയാത്രയിൽ മുൻപോട്ട് പോകുമ്പോൾ 100 താലന്ത് കടപ്പെട്ട ഒരുവനെ കണ്ടിട്ട് കൊങ്ങയ്ക്ക് പിടിച്ച് ഞെക്കി, ഇപ്പോൾ തന്നെ തരിക. അപ്പോൾ അവൻ്റെ സ്നേഹിതന്മാരിത് കണ്ടിട്ട് യജമാനനെ പോയി അറിയിച്ചു. യജമാനൻ അവനെ വിളിച്ചു, ഞാൻ താങ്കളോട് 10,000 താലന്ത് ക്ഷമിച്ചു തന്നു. എന്നാൽ താങ്കൾ അങ്ങനെ ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ താങ്കൾ എന്തുകൊണ്ട് നിൻ്റെ സ്നേഹിതനോട് അല്ലെ ആ സഹോദരനോട് കരുണ കാണിച്ചില്ല? അതുകൊണ്ട് അവനെ കടം തീർക്കുവോളം ഒരിക്കലും പുറത്തു വരാത്ത രീതിയിൽ അവനെ ജയിലിനകത്താക്കുകയാണ്. ഇന്ന് അനേകർ പലവിധമായ ജയിൽ ബന്ധനങ്ങളിലാണ്. അതുകൊണ്ട് കരുണ കാണിച്ചാൽ, കരുണയുള്ളവരായി തീർന്നു കഴിഞ്ഞാൽ നമുക്കും കരുണ ലഭിക്കും, ദൈവത്താൽ മാനിക്കപ്പെടും. ഈ തിരുവെഴുത്തുകളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും.